പ്രതിനിധി ഷീജ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇപ്പോൾ വട്ടിയൂർക്കാവിലെ 151-ാം പോളിംഗ് ബൂത്തിലും കോവളത്ത് ചൊവ്വരയിലുണ്ടായ അതേ സമാനമായ ഒരു സംഭവം ആവർത്തിച്ചിരിക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, BJPക്ക് അത് പോകുന്നു എന്ന നിലയിൽ. ഇത് യാദൃശ്ചികമല്ല എന്ന നിലയിലേക്ക് തന്നെയാണോ പ്രതികരണങ്ങൾ വരുന്നത്? ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടോ? എന്താണ് ഈ മണ്ഡലങ്ങളിലെ ഒരു പൊതു അവസ്ഥ ഇപ്പോൾ? ആനന്ദ്, ഏതായാലും ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്തെ പട്ടത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കോവളത്തുണ്ടായതിന് സമാനമായ സംഭവം ഉണ്ടായത്. അതായത് വട്ടിയൂർക്കാവിലെ വോട്ടറായ എബിൻ ഇവിടെ എത്തി വോട്ട് ചെയ്തത് താൻ വോട്ട് ചെയ്ത പാർട്ടിക്കുള്ള ചിഹ്നമല്ല അതിൽ വോട്ടായി രേഖപ്പെടുത്തി വന്നത് എന്നാണ് ഇപ്പോൾ എബിൻ പറഞ്ഞിരിക്കുന്നത്. എബിൻ പറഞ്ഞതനുസരിച്ച് എബിൻ പറയുന്നത് താൻ ഇതേക്കുറിച്ച് ഇങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ ഉടൻ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. പരാതി നൽകിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതായാലും ഒരു ടെസ്റ്റ് നടത്തുകയാണ് ചെയ്തത്. ആദ്യം ടെസ്റ്റ് നടത്തിയതിനു ശേഷം നിലവിൽ ഇപ്പോൾ ഏതായാലും വോട്ടിംഗ് ഇവിടെ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ എബിൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പോളിംഗ് സമയത്ത് ഉണ്ടായത്? നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്, എന്താണ് ഇപ്പോൾ ഉണ്ടായതോ? അത് ഞാൻ വോട്ട് ചെയ്ത പാർട്ടിക്കല്ല വോട്ട് പോയത്, ചിഹ്നം വീണത് വേറെ ആയിരുന്നു. ഞാൻ ചെയ്ത പാർട്ടിക്ക് പിന്നെ അത് ടെസ്റ്റ് വോട്ട് നടത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ കറക്റ്റായിട്ടാണ് വീണത്. അത് ചിഹ്നം ഞാൻ ടെസ്റ്റ് വോട്ട് നടത്തിയ വേറൊരു പാർട്ടിക്ക് ഞാൻ കുത്തി, അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ടാണ് വീണത്. പക്ഷെ ഞാൻ കുത്തിയ സമയത്ത് വേറെയാണ് വീണത്. അതാ സംഭവിച്ചത്. നിലവിൽ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തപ്പോൾ എന്താണ് അവർ പറയുന്നത്? അവരിപ്പം എന്താ ഇപ്പോൾ ഓരോ കാര്യത്തിന് കേസ് പോകണമെന്നോ അങ്ങനെ ഞാൻ പറയുന്നത് എന്തെങ്കിലും സംസാരിച്ചങ്ങ് തീർക്കുക. ഇനി അത് വീണ്ടും ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ നോക്കുക. ഇനി അത് ഇതിൻ്റെ പേരിൽ ഇനി കേസ് ഉണ്ടാവാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കൂടെ ഉണ്ടാവും നോക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അത്ര നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അത്രയും. തീർച്ചയായിട്ടും ഈ രീതിയിലാണ്. അതായത് നിലവിൽ ഇപ്പോൾ ഏതായാലും എബിൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക്. അവർ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഏതായാലും ഇപ്പോൾ ഒരു ടെസ്റ്റ് എബിനെ കൊണ്ട് തന്നെ നടത്തിയിരുന്നു. ആ ടെസ്റ്റ് വോട്ടിങ്ങിൽ പക്ഷേ അത് കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത്തരത്തിൽ സംഭവങ്ങൾ നിരവധി പേർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവിടെ തന്നെ സമാനമായ ഒരു സംഭവം, ഒരു സ്ത്രീ വോട്ട് ചെയ്തപ്പോൾ അതിൽ ബീപ്പ് സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ പലരും ഇത്തരത്തിൽ വി പാക്റ്റിൽ ഏതാണ് ചിഹ്നം അതായത് വോട്ട് ചെയ്യുമ്പോൾ തെളിയുന്നത് എന്നുള്ള കാര്യം ആരും അധികം ഇപ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ പാർട്ടിയുടെ ഏജന്റുമാരും പരാതിപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവം ഈ രീതിയിൽ അങ്ങനെ തുടരുകയാണെങ്കിൽ വോട്ടിംഗ് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം LDFന്റെ പ്രതിനിധികളും ഇതിനോടകം തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ വോട്ടിംഗ് പുരോഗമിക്കുക തന്നെയാണ്. ടെസ്റ്റ് നടത്തിയതിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ വോട്ടിംഗ് പുരോഗമിക്കട്ടെ, ഇനി മറ്റാരെങ്കിലും പരാതിപ്പെടുകയാണോ എന്നുള്ളത് പരിശോധിക്കട്ടെ എന്നൊരു നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ്, ഷീജ, ഏതായാലും നേരത്തെ കോവളത്ത് ചൊവ്വരയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ഏകദേശം 76ഓളം വോട്ടുകൾ കോൺഗ്രസിന് ചെയ്യുന്നു, അത് BJPക്ക് തെളിയുന്നു. 76 വോട്ടുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കുന്ന നില ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഷീജയോട് സംസാരിച്ച ഷിബിൻ എന്ന ചെറുപ്പക്കാരന് വോട്ട് ചെയ്ത് അദ്ദേഹം ചെയ്ത പാർട്ടിക്കല്ല വോട്ട് പോയതെന്ന് അദ്ദേഹം പറയുന്നു. ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മതി, തനിക്ക് കേസുമായി ഒന്നും ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് അവിടെ വോട്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുശേഷം അവിടെ ഈ പറയുന്ന ഒരു ക്രമക്കേട് ഉണ്ടായിട്ടില്ലേ, ആവർത്തിച്ചിട്ടില്ലേ? നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ എബിന് ഉണ്ടായ ഒരു വോട്ട് രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിന് ശേഷം നിലവിൽ ഏതായാലും അത്തരത്തിലൊരു പരാതി മറ്റ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും വോട്ടിംഗ് നിർത്തിവെക്കേണ്ട, അത് പുരോഗമിക്കട്ടെ എന്നൊരു നിലപാട് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചത്. ഒപ്പം തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു പരാതി, അത് 400ഓളം വോട്ട് ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് വോട്ട് ചെയ്ത ആരും ഇത് സംബന്ധിച്ച് അത്തരത്തിൽ ഒരു പരാതിയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു എബിന്റെ കേസിൽ അത്തരത്തിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാകാം. അത്തരത്തിൽ തങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ വോട്ടിംഗ് നിർത്തിവെക്കുന്നതിലേക്ക് കടന്നാൽ മതി എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഏതായാലും പ്രിസൈഡിംഗ് ഓഫീസർ ഉള്ളത്. കാരണം എബിൻ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ടെസ്റ്റ് വോട്ടിംഗ് നടത്തിയിരുന്നു. അതിൽ ടെസ്റ്റ് വോട്ടിംഗ് നടത്തിയ സാഹചര്യത്തിൽ എബിൻ രേഖപ്പെടുത്തിയ വോട്ട് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ചിഹ്നത്തിന് തന്നെയാണ്
ബാലറ്റും വീണിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും വോട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ശരി ഷീജ, വ്യക്തമാണ്. ഏതായാലും വളരെ അസ്വാഭാവികമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ. കോവളം ചൊവ്വരയ്ക്ക് പിന്നാലെ 151 എന്ന സമാനമായ നമ്പർ ബൂത്തിൽ ഇവിടെ വട്ടിയൂർക്കാവിലും പ്രശ്നമുണ്ടായിരിക്കുന്നു. പരാതികൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ വോട്ടിംഗ് തുടരുകയാണ്. മറ്റ് ക്രമക്കേടുകൾ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ പരിശോധിക്കാമെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ വിശദീകരണം നൽകുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി